ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ആയിട്ടോ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, എന്താ പറയുക, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ കഴിയാത്തത് കേട്ടോ. അപ്പോൾ എന്നും ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ചടപ്പല്ലേന്ന് തോന്നിയിട്ടാണ് ഞാൻ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും വിശേഷം ഉണ്ടോയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു വിശേഷമില്ല. ഞാൻ 2 ദിവസം മുന്നേ വീട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആട്ടോ ഇത്. അപ്പം എന്താ പറയുക, അത് പിന്നെ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ ഇട്ടപ്പോൾ ഡ്രാഫ്റ്റിൽ കയറി. ഇപ്പം ഞാൻ ഇൻഷോട്ട് ഓപ്പൺ ആക്കിയപ്പം കണ്ട വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടിയൊക്കെ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു, അപ്പോൾ എഡിറ്റ് ചെയ്ത് വേഗം അപ്ലോഡ് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഞങ്ങളിവിടെ റെൻറ്റിനാണ്. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, ഞാൻ മുറ്റത്തൂടെയൊക്കെ ഒന്നിങ്ങനെ ഉലാത്താൻ ഇറങ്ങിയതാട്ടോ. കാരണം ഞാനിപ്പോൾ കുറേ ചെടികളൊക്കെ കുഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അമ്മയ്ക്കും കുറേ ചെടികളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പൊക്കാൻ പറ്റിയ രീതിയിൽ, അതായത് എൻ്റെ അടുത്ത് ഇല്ലാത്ത ചെടികളെന്തെങ്കിലും പൊക്കാനുണ്ടെങ്കിൽ പൊക്കാൻ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അമ്മക്കുട്ടിയുടെ കൊലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ചുറ്റുപാട് മുൻഭാഗം എന്നൊക്കെ പറയുന്നത് കേട്ടോ. കുറേ തെങ്ങും കവുങ്ങും പിന്നെന്താ മുന്നത്തിന് കുറേ വാഴകളും, എന്താ പറയുക, ചുറ്റും മരങ്ങളാട്ടോ. പക്ഷേ ചൂട് കാലത്ത് എത്ര മരങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ചൂട് തന്നെയാണ്. എന്താ പറയുക, ഒരു കുറവും തോന്നാറില്ല, അത്രയും ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ മുറ്റത്തൂടെ നടക്കുമ്പോൾ അമ്മ ഞങ്ങൾക്കൊരു പൊങ്ങ് കൊണ്ട് തന്നു കേട്ടോ, ആദ്യമോനെ തിന്നാൻ വേണ്ടിയിട്ട്. നല്ല മധുരമുള്ളൊരു പൊങ്ങായിരുന്നു. പിന്നെന്താ, വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു മാവുണ്ട്, അതിൽ നിറച്ച് മാങ്ങ കേട്ടോ. പക്ഷേ എന്താ പറയുക, അധികം വലുതാവാത്തതിനെ കൊണ്ട് ഞങ്ങൾ പറിച്ചില്ല. പിന്നെ ഞങ്ങളങ്ങനെ നടക്കുമ്പോൾ എന്താ പറയുക, ഒരു സൈഡിലായിട്ട് ചെടീൻ്റെ മറവിൽ നിന്ന് ഒരാളിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ഒരു പൂച്ചക്കുട്ടി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, മിറ്റൊക്കെ അടിച്ച് വാരി അത് കഴിഞ്ഞ് ആദ്യമോനെ ഉറക്കി ഞങ്ങളങ്ങനെ കൊലായിലിരുന്ന് ഞാനും അമ്മയും ഓരോ വർത്താനൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു ചെമ്പോത്ത് വന്ന് ചെടിച്ചട്ടിയിൽ നിന്ന് എന്തൊക്കെയോ കൊത്തി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം കഴിക്കാൻ മാത്രം അതിൽ ഒന്നുമില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു എന്ത് പ്രാണി ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ അത് താഴോട്ട് ഇറങ്ങി നേരെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാം, പണ്ട് അച്ചമ്മയുള്ള കാലത്ത് അച്ചമ്മ അങ്ങനെ പറയായിരുന്നു കേട്ടോ, ചെമ്പോത്ത് നമ്മളെ കണ്ണ് കുത്തി പൊട്ടിക്കും എന്നൊക്കെ. അതിൻ്റെ ചെമ്പോത്തിൻ്റെ കണ്ണും ഭയങ്കര ചോര നിൽക്കുന്നത് പോലെ തോന്നും കേട്ടോ. അപ്പം ചെമ്പോത്ത് നമ്മുടെ കണ്ണും അതുപോലെ ആക്കുന്നൊക്കെയാണ് പറയാറ്. പക്ഷെ അതൊക്കെ എന്താ പറയുക, സത്യമാണോന്നൊന്നറിയില്ല. ചെമ്പത്ത് പക്ഷേ ഇപ്പോൾ ഒന്നും ആക്കില്ല കേട്ടോ. വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോരുമ്പോൾ അതിമോന് വേണ്ടിയിട്ട് മാമ്മമാർ മേടിച്ച് തന്ന വത്തയ്ക്ക് മുന്തിരി മിഠായി എന്തൊക്കെയോ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഇന്നലെ ഞാൻ വരുമെന്ന് പറഞ്ഞതിനെ കൊണ്ടൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് തിരിച്ചു പോരാറ്. അപ്പോൾ നിങ്ങളിങ്ങനെയാണെന്നുള്ള കമൻറ്റ് ചെയ്യും. ബൈ.